ഇമാം അഹ്മദ് ബിൻ ഹംബൽ റഹിമഹുള്ളാഹിലേക്കും മറ്റൊക്കെ ചേർത്ത് ചില സംഭവങ്ങൾ പറയുന്നുണ്ട്. അഹ്മദ് ബിൻ ഹംബൽ റഹിമഹുള്ളാഹിലേക്ക് ചേർത്തിട്ട് പറയുന്നത് എന്താന്ന് വെച്ചാൽ, ഇമാം അഹ്മദ് ബിൻ ഹംബൽ പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് അബൂബക്കർ അഹ്മദ് ബിൻ ഹംബൽ പറയാണ്, മകൻ പറയാണ്, വാപ്പ 5 തവണ ഹജ്ജ് ചെയ്ത്, വാപ്പ 5 തവണ ഹജ്ജ് ചെയ്ത്, അതിൽ 2 തവണ കാൽനടയായി, 3 തവണ വാഹനപ്പുറത്തായി. ചില റിപ്പോർട്ടുകളിൽ 3 തവണ കാൽനടയായി, 2 തവണ പിന്നെ വാഹനപ്പുറത്ത്. ഏതായാലും വാപ്പ 5 പ്രാവശ്യം ഹജ്ജ് ചെയ്ത്. കാൽനടയായിട്ട് ചെയ്തപ്പോ വാപ്പ ഹജ്ജ് ചെയ്തപ്പോ വഴി തെറ്റി, ഹജ്ജ് ചെയ്തപ്പോ വഴി തെറ്റി. അങ്ങനെ വാപ്പ ഒറ്റപ്പെട്ടപ്പോ വാപ്പ ഇങ്ങനെ വിളിച്ചു പറഞ്ഞു, ഇബാദല്ലാഹ് ദുല്ലൂന അല തരീഖ്, ഇബാദല്ലാഹ് ദുല്ലൂന അല തരീഖ് എന്ന് വാപ്പ വിളിച്ചു പറഞ്ഞ്. അങ്ങനെ വാപ്പ പറഞ്ഞുകൊണ്ടേയിരുന്നു. ഫലം യസൽ യഖൂൽ ഹത്താ വസല തരീഖ്. വാപ്പ ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരുന്നു. അങ്ങനെ വാപ്പ വഴിയിലെത്തി എന്നാണ്. വാപ്പ അങ്ങനെ വിളിച്ചു പറഞ്ഞുകൊണ്ടിരുന്നു, വഴിയിലെത്തി എന്ന് പറയുന്ന ഒരു റിപ്പോർട്ട്. അതായത് ഇമാം അഹ്മദ് ബിൻ ഹംബൽ വഴിതെറ്റി. അപ്പോൾ ഇബാദല്ലാഹ് ദുല്ലൂന അല തരീഖ്, ദാസന്മാരെ, അള്ളാന്റെ ദാസന്മാരെ വഴി അറിയിച്ചു തരൂ എന്ന് വിളിച്ചു പറഞ്ഞുകൊണ്ടേ ഇരുന്നു. അങ്ങനെ വാപ്പ വഴിയിലെത്തി എന്നാണ് പറയുന്നത്. അതിൽ അബ്ദുല്ലാഹ് ഇബ്നു അഹ്മദ് ബിൻ ഹംബൽ പറയുന്നത് എത്രയേ ഉള്ളൂ. വാപ്പ പറഞ്ഞു ദുല്ലൂന അല തരീഖ് ഇബാദല്ലാഹ് എന്ന് പറഞ്ഞു. അവിടെ വാപ്പ മരിച്ചവരെ വിളിച്ച് തേടി എന്ന് പറയുന്നില്ല, ജിന്നിനെ വിളിച്ച് തേടി എന്ന് പറയുന്നില്ല, മലക്കിനെ വിളിച്ച് തേടി എന്ന് പറയുന്നില്ല. പിന്നെയോ ജിന്നിനെ വിളിച്ച് തേടി എന്ന് പറയുന്നില്ല, മലക്കിനെ വിളിച്ച് തേടി എന്ന് പറയുന്നില്ല. പിന്നെയോ ഇബാദല്ലാഹ് ദുല്ലൂന അല തരീഖേ ഉള്ളൂ. ആളുകൾ ഇത് കേട്ട മാത്രമേ അത് ജിന്നിനെ വിളിച്ച് തേടിയതാണ്, അല്ലെങ്കിൽ മലക്കിനെ വിളിച്ച് തേടിയതാണ്, അതല്ലെങ്കിൽ മരിച്ചവരെ വിളിച്ച് തേടിയതാണ്. ഓരോരുത്തരും തങ്ങളുടെ ഭാവത്തിനനുസരിച്ച് പറയാണ്. ശരിക്കും ഇമാം അഹ്മദ് ബിൻ ഹംബൽ വിളിച്ചതിൽ അങ്ങനല്ല, ദുല്ലൂന അല തരീഖേ ഉള്ളൂ. ഇബാദല്ലാഹ് ദുല്ലൂന അല തരീഖ്, വഴി അറിയിച്ചു തരൂ എന്ന് പറഞ്ഞേ ഉള്ളൂ. ഇമാം അഹ്മദ് ബിൻ ഹംബൽ അതിൽ മലക്കിനെ വിളിച്ചൊന്നുമില്ല, ജിന്നിനെ വിളിച്ചൊന്നുമില്ല, അല്ലെങ്കിൽ റിജാലുൽ ഗൈബിനെ വിളിച്ചൊന്നും ഒന്നും അതിൽ വന്നിട്ടില്ല. പിന്നെയോ ഹത്ത ഔസല അല്ലെങ്കിൽ വസല അല തരീഖ്, അങ്ങനെ വാപ്പ വിളിച്ചു പറഞ്ഞു. വാപ്പ വഴി പ്രാപിക്കുകയും ചെയ്തു. ഒരു ജിന്ന് എത്തിച്ചെന്നോ, അല്ലെങ്കിൽ ഒരു മലക്ക് എത്തിച്ചെന്നോ, അല്ലെങ്കിൽ ഒരു റിജാലുൽ ഗൈബ് എത്തിച്ചെന്നോ അതിൽ പറയുന്നില്ല. പിന്നെ എന്തിനാണ് ആളുകൾ ആ റിപ്പോർട്ട് കൊടുത്തിട്ട് മറ്റൊരിടത്ത് തേടാൻ തെളിവ് പിടിക്കുന്നത്? അതിൽ അങ്ങനെ ഒരു പരാമർശം തന്നെ വന്നിട്ടില്ല. കേട്ടല്ലോ, ഇമാം അഹ്മദ് ബിൻ ഹംബൽ ജിന്നിനെ വിളിച്ചൊന്നുമില്ല, മലക്കിനെ വിളിച്ചൊന്നുമില്ല. പിന്നെ യാ ഇബാദല്ലാഹ് അയ്നൂനി എന്നൊരാള് ജിന്നിനെയോ മലക്കിനെയോ ഉദ്ദേശിച്ച് വിളിച്ചാൽ അത് ശിർക്കാണോ എന്ന ചോദ്യത്തിന്